സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് SSCRT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ്സിൽ ബേസിക് സയൻസിൽ നിന്നുമുള്ള 3ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് നിവർന്നു നിൽക്കാം എന്നതാണ്. അപ്പോൾ ഈ അധ്യായത്തിനോടൊപ്പം തന്നെ ഇതിൽ നിന്നും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ക്ലാസ്സും കാണാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥിക്കൂടം എന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അസ്ഥിക്കൂടം അല്ലെങ്കിൽ സ്കെൽട്ടനെ കുറിച്ചാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ശരീരത്തിന് ഉറപ്പ്, ആകൃതി, ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥിക്കൂടം എന്നത്. ഇനി അടുത്തതായിട്ട് പക്ഷികളുടെ അസ്ഥിക്കൂടത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകൾ ഉണ്ട്. അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥിക്കൂടത്തിന് എന്ത് കുറവാണ്? ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ്. അപ്പൊ പക്ഷികളുടെ അസ്ഥിക്കൂടത്തിന്റെ പ്രത്യേകത എന്താണ്? പക്ഷികളുടെ അസ്ഥിയില് വായു അറകൾ ഉണ്ട്. ഇത് കാരണം എന്താണ്? പക്ഷികളുടെ അസ്ഥിക്കൂടത്തിന് ഭാരം കുറവാണ്. ഇത് പക്ഷികൾക്ക് പറക്കുന്നതിന് ഒരു അനുകൂലമാണ്. അടുത്തത് മനുഷ്യാസ്ഥിക്കൂടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യാസ്ഥിക്കൂടം തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥിക്കൂടം. ഏതൊക്കെയാണ്? തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറെല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല്. തലയോട് 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. എത്ര അസ്ഥികളാണ്? 22 അസ്ഥികൾ ചേർന്നതാണ് എന്ത്? തലയോട്. തലയോടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 തലയോട്ടില് ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കുവാൻ കഴിയുന്നത്. അത് ഏത് അസ്ഥിയാണ്? കീഴ്ത്താടി എല്ലാണ്. അപ്പൊ തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 അസ്ഥികളാണുള്ളത്. തലയോട്ടില് ഒരേ ഒരു അസ്ഥി മാത്രമാണ് ചലന സ്വാതന്ത്ര്യം, ചലിക്കാനായിട്ട് കഴിയുന്നത്. അത് ഏത് അസ്ഥിയാണ്? കീഴ്ത്താടി എല്ലാണ്. കീഴ്ത്താടി എല്ല്. ഇനി ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്നത്. നട്ടെല്ല് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികളെ കശേരുക്കൾ എന്ന് പറയുന്നു. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേര് എന്താണ്? കശേരുക്കൾ. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരാണ് കശേരുക്കൾ. 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33 നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. ഇനി നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്ന നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. അപ്പൊ ശരീരത്തെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്നു, ചലിക്കുന്നതിന് സഹായിക്കുന്നു നട്ടെല്ല്. ഇനി എത്ര കശേരുക്കളാണ് നട്ടെല്ലിലുള്ളത്? 33 കശേരുക്കളാണ് ഉള്ളത്. സുഷുമ്ന നാഡിയുടെ ഒരു സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. ഇനി പറയുന്നത് വാരിയെല്ലിനെ കുറിച്ചാണ്. വാരിയെല്ല് സ്വയം, ഇവിടെ നമ്മുടെ വാരികളുടെ സ്ഥാനം എവിടെയാണ്? സ്വയം സ്പർശിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 12 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 12 ജോഡി. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറെല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്താണ്? വാരിയെല്ലുകൾ പിന്നില് നട്ടെല്ലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മുന്നില് മാറെല്ലുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു.
അപ്പൊ തലയോടിലെ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? തലയോടില് എത്ര അസ്ഥികളാണ്? 22 അസ്ഥികളാണ്. തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. കീഴ്ത്താടിയെല്ലാണ് തലയോട്ടില് ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി. നട്ടെല്ലിലെ എത്ര കശേരുക്കൾ ചേർന്നതാണ്? നട്ടെല്ലിൽ എത്ര കശേരുക്കളാണുള്ളത്? 33 കശേരുക്കളാണ്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർക്കുക, നോട്ട് ചെയ്യുക. അപ്പൊ നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് എന്താണ്? ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് എന്താണ്? അസ്ഥിക്കൂടമാണ്. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുന്നത് അസ്ഥിക്കൂടമാണ്. അസ്ഥിക്കൂടത്തിന്റെ 2 പ്രധാന പ്രവർത്തനങ്ങൾ ഏവയാണ്? അസ്ഥിക്കൂടത്തിന്റെ പ്രധാനപ്പെട്ട 2 പ്രവർത്തനങ്ങളാണ് ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുക, ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുക എന്നത്. എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട്? 22 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. തലയോടിൽ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? കീഴ്ത്താടിയെല്ലാണ്. കീഴ്ത്താടിയെല്ല്. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിര. ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരെന്താണ്? കശേരുക്കൾ. നട്ടെല്ലിലെ അസ്ഥികൾ അറിയപ്പെടുന്ന പേരാണ് കശേരുക്കൾ. എത്ര കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്? 33 കശേരുക്കൾ ചേർന്നതാണ് നട്ടെല്ല്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം നട്ടെല്ല്. സുഷുമ്ന നാഡിയുടെ സംരക്ഷണ കവചം നട്ടെല്ല്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? വാരിയെല്ലുകൾ 12 ജോഡിയാണ്. 12 ജോഡി. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകളാണുള്ളത്? 12 ജോഡി. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇനി തന്നിരിക്കുന്നത് കൈകാലുകളിലെ അസ്ഥികൾ. കൈകാലുകളിലെ അസ്ഥികൾ. മനുഷ്യന്റെ ഓരോ കൈയിലും 32 അസ്ഥികൾ വീതമാണ് ഉള്ളത്. അപ്പൊ മനുഷ്യന്റെ ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളത്? 32 അസ്ഥികൾ വീതമാണ്. അപ്പൊ ഒരു കൈയിലെ അസ്ഥിയുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 32 അസ്ഥികളാണ് വരുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഒരു കാലില് എത്ര അസ്ഥികളാണ് വരുന്നത്? 31 അസ്ഥികളാണ് വരുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തില് ഒരു കൈയിലെ അസ്ഥികൾ 32, ഒരു കാലിലെ അസ്ഥികൾ 31. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം 300 അസ്ഥികൾ ഉണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് 206 അസ്ഥി ആയിട്ട് കുറയുന്നു. അപ്പൊ ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാകുന്നത്? 300 അസ്ഥികളാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രായപൂർത്തിയാകുന്നതോടെ എന്ത് സംഭവിക്കുന്നു? ഈ അസ്ഥികളിൽ പലതും യോജിച്ച് 206 അസ്ഥിയായിട്ട് കുറയുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് തരുണാസ്ഥികളാണ്. തരുണാസ്ഥികൾ. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായിട്ടും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് അസ്ഥിസന്ധികളാണ്. അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അസ്ഥിസന്ധികൾ അല്ലെങ്കിൽ ജോയിൻസ് ആണ്. 2 അതിലധികമോ അസ്ഥികൾ ചേർന്ന് വരുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അസ്ഥിസന്ധി എന്ന് വിളിക്കുന്നു. ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ 2 അതിലധികമോ അസ്ഥികൾ ചേർന്ന് വരുന്ന ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കുവാൻ കഴിയുന്നവയുമുണ്ട്, അതുപോലെ കഴിയാത്തവയുമുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കുവാൻ കഴിയുന്നവയുമുണ്ട്, കഴിയാത്തവയുമുണ്ട്. അടുത്തതായിട്ട് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി.
കതക്, ജനൽ എന്നിവയിലെ വിജാഗ്രിയെ പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കുവാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം നമ്മുടെ കൈമുട്ട് അതുപോലെ കാൽമുട്ടിലെ അസ്ഥികൾ എന്താണ്, നമുക്ക് ഒരു വശത്തേക്ക് മാത്രമായിട്ടാണ് ഇത് ചലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ കൈമുട്ടിലും കാൽമുട്ടിലും കാണുന്ന ഇത്തരം അസ്ഥികളാണ് എന്ത്, വിജാഗ്രി സന്ധികൾ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് എന്ത്, വിജാഗ്രി സന്ധികൾ. ഇപ്പൊ ഇവിടെ സന്ധി, വിജാഗ്രി സന്ധി. വിജാഗ്രി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ കഴിയുന്നു. വിജാഗ്രി സന്ധി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, കൈമുട്ട് അതുപോലെ കാൽമുട്ട് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, വിജാഗ്രി സന്ധിയാണ്. നമുക്ക് ഇവിടെ വിജാഗ്രി സന്ധിയുടെ ഒരു പിക്ചറൊക്കെ ആയിട്ട് തന്നിരിക്കുന്നു. കൈമുട്ടിന്റെ സന്ധിയാണ് ഇവിടെ വിജാഗ്രിയുടെ ഷേപ്പിലൊക്കെ തന്നിരിക്കുന്നു. അടുത്തത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി തോളെല്ല് അതുപോലെ ഇടുപ്പെല്ല് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് എന്ത്, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അഥവാ ബോള് മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റില് തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധികൾ കാണപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി പ്രത്യേകത എന്താണ്, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്, തോള് അതുപോലെ ഇടുപ്പ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. അടുത്തത് പ്രധാനപ്പെട്ട ഒരു സന്ധിയാണ് പിവട്ട് സന്ധി. പിവട്ട് സന്ധി കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് പിവട്ട് സന്ധി. ഇവിടെ തന്നിരിക്കുന്നു പിവട്ട് സന്ധി കാണപ്പെടുന്നത് കഴുത്തില് ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. അപ്പൊ നമുക്കറിയാം നമ്മുടെ കഴുത്ത് നമുക്ക് മുന്നോട്ടാക്കാൻ പറ്റും, പിന്നോട്ട് പറ്റും, രണ്ട് വശങ്ങളിലേക്കും ചലിപ്പിക്കുവാൻ സാധിക്കും. പിവട്ട് സന്ധി കാണപ്പെടുന്നത് എവിടെയാണ്, കഴുത്തിലാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓരോ കൈയിലും എത്ര അസ്ഥികൾ വീതമാണ് ഉള്ളത്? 32 അസ്ഥികളാണ്. 32 അസ്ഥികൾ. മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥിയാണുള്ളത്? ഒരു കാലില് 31 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 206 ആണ്. ജനന സമയത്തിൽ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികളാണ് ഉണ്ടാകുന്നത്? ജനിക്കുന്ന സമയത്ത് 300 അസ്ഥികളാണ് ജനന സമയത്ത് ഉണ്ടാകുന്നത്. ഇനി രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത്, ഏതാണ്? അസ്ഥിസന്ധിയാണ്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് ഏത് സന്ധിയാണ്? വിജാഗിരി സന്ധിയാണ്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? അപ്പൊ ഇത് നമുക്ക് അടുത്ത ഭാഗത്താണ് വന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം. അടുത്തതായിട്ട് ഇവിടെ നോക്കേണ്ടത് അസ്ഥിഭംഗമാണ്, ഫ്രാക്ചർ. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും ഒക്കെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അസ്ഥിഭംഗം 3 ടൈപ്പാണുള്ളത്: സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പം അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾ സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം അഥവാ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ലഘുഭംഗം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാകുന്നു, അതുപോലെ അസ്ഥിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്നു സിമ്പിൾ ഫ്രാക്ചറിൽ. ഇനി കോമ്പൗണ്ട് അല്ലെങ്കിൽ വിഷമഭംഗം എന്ന് പറയുന്നത് അസ്ഥി പൊട്ടിയിട്ട് മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ. അസ്ഥി പൊട്ടുന്നു, ഇത് മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്.
ഇതിലെന്താണ്? അസ്ഥിഭംഗത്തിനോടൊപ്പം തന്നെ മുറിവും സംഭവിക്കുന്നു. ഇനി ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം അഥവാ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നു എക്സ്റേ. എക്സ്റേ കണ്ടുപിടിച്ചത് 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ആണ്. വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തതാരാണ്? റോഡ്ജൻ ആണ്. റോഡ്ജൻ മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. എക്സ്റേ കണ്ടെത്തിയതാരാണ്? വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ആണ്. ഏത് വർഷമാണ്? 1895 വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ്. മാംസപേശികളിലൂടെ എക്സ്റേ കടന്നു പോകും, എന്നാൽ എല്ലുകളിലൂടെ എന്ത് പറ്റുന്നു? എക്സ്റേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പരിക്കേറ്റ ഭാഗത്ത് വേദനയുണ്ടാകും, അതുപോലെ പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം. ഇനി നമുക്ക് പഠിക്കുവാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ചെവിക്കുള്ളിലും അസ്ഥികൾ. ചെവിക്കുള്ളിലും നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. 3 ചെറിയ അസ്ഥികൾ അവ ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ് മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ. ഇവയ്ക്ക് എന്താണ്? കമ്പനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നമുക്ക് ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികളായ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവയുടെ കമ്പനം മൂലമാണ് നമുക്ക് ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. ഏറ്റവും വലുത് ഏതാണ്? തുടയെല്ലാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ. വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ. റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ചത് ഏത് വർഷമാണ്? 1895 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ എക്സ്റേ കണ്ടുപിടിച്ചത്. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുമോ? എക്സ്റേക്ക് കടന്നു പോകാൻ പറ്റും. എക്സ്റേക്ക് മാംസപേശികളിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. ഇനി എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാൻ കഴിയുമോ? എല്ലുകളിലൂടെ ഇല്ല. എക്സ്റേക്ക് എല്ലുകളിലൂടെ കടന്നു പോകുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ചെവിക്ക് എത്ര ഭാഗങ്ങളാണുള്ളത്? 3 ഭാഗം. ഏതൊക്കെയാണവ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. മധ്യകർണത്തിലെ 3 ചെറിയ അസ്ഥികൾ ഏതെല്ലാമാണ്? 3 ചെറിയ അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവയാണ്. ശബ്ദം കേൾക്കാൻ സഹായിക്കുന്നത് എന്താണ്? നമ്മുടെ മധ്യകർണത്തിലെ അസ്ഥികളുടെ കമ്പനമാണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ് ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുമ്പോൾ ഇവിടെ ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും. പറയാം, ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. അപ്പൊ ബാഹ്യാസ്ഥികൂടം എന്താണ്? ശരീരത്തിന് പുറത്തുള്ള കട്ടി കൂടിയ ഈ ഇത്തരം ഭാഗങ്ങളെയാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരാസ്ഥികൂടമാണ്. ഇനി ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുമോ? ഉണ്ട് അല്ലെ? അവ ഏതൊക്കെയാണ്? ആമ, മുതല, ചീങ്കണ്ണി തുടങ്ങിയ ജീവികളിൽ ആന്തരാസ്ഥികൂടവുമുണ്ട്, ബാഹ്യാസ്ഥികൂടവുമുണ്ട്. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ്? പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ള ജീവികൾ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ എന്ത് പറ്റുന്നു? പൊഴിച്ചു കളയപ്പെട്ടേക്കാം.
ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ചെതമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നോക്കാം. താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? അസ്ഥികൂടത്തിന്റെ ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. പെടാത്തത് ഏതാണ്? ഊർജം നൽകുന്നു എന്നതാണ്. ഇനി ശരിയായവ തമ്മിൽ വരച്ച് യോജിപ്പിക്കുക. തന്നിരിക്കുന്നു ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി, വിജാഗിരി സന്ധി, പിവട്ട് സന്ധി. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഏതാണ്? ഒരസ്ഥിയുടെ ഉരുണ്ട ഭാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതായിട്ട് മാച്ച് ചെയ്യാം. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. വിജാഗിരി സന്ധി എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ കഴിയുന്നു. പിവട്ട് സന്ധി എന്താണ്? ഒരസ്ഥി മറ്റൊന്നിലെ ഇരുവശത്തേക്കും തിരിയുന്നു. ഇപ്പൊ വിജാഗിരി സന്ധി എവിടേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ് കാണാൻ പറ്റുന്നത്. പിവട്ട് സന്ധി കഴുത്തിലാണ് വരുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി വരുന്നത് തോള്, അതുപോലെ ഇടുപ്പ് എന്നിവിടങ്ങളിലാണ്. ഇത്രയും പോയിന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്